ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഈദൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്ക് അറിയുണ്ടാവും, മുമ്പത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ഹെൻ ആർട്ടിസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്ര അങ്ങനെ വർക്കൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കും വീട്ടിലിരുന്ന് വരുമാനം നേടാനുള്ള ഒരു മാർഗമായിട്ടാണ്. അതായത് മൈലാഞ്ചി ഇടാൻ അറിയാത്ത ഒരാൾക്ക് പോലും ഓർഗാനിക് ഹെന്ന ബിസിനസ് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങാം. അതും ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ്. ഇപ്പോൾ ഈദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ ടൈമാണ് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇത് എങ്ങനെയാ ഹെന്ന ബിസിനസ് തുടങ്ങാമെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർഗാനിക് ഹെന്ന പ്രൊഡക്ട്സ്, അത് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ബിഗിനറിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യണം, എത്ര ബഡ്ജറ്റ് വാങ്ങി യൂസ് ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അതിന് മുന്നേ നമ്മുടെ പേജിൽ ഇപ്പോൾ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈദിൻ്റെ സമയമായല്ലോ, നോമ്പ് ഒക്കെ ആയല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫേഴ്സായിട്ട് വരുന്നത് ഇപ്പോൾ ജസ്റ്റ് റീസെല്ലേഴ്സിനാണ്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ള ഒരാൾക്കുണ്ടല്ലോ, ബിഗിനർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു അഫോർഡബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഓഫേഴ്സാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഈദിൻ്റെ സമയം, പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഹെന്ന കോൺസ്, നെയിൽ കോൺസിനൊക്കെ ഒന്നും കൂടി ഓഫർ വരും കേട്ടോ. കൂടുതൽ ബിഗിനേഴ്സ് കിറ്റിനാണ് ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എൻ്റെ മോൾ അവിടെ ഉണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട്. അവൾ കഴിയാത്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതാണ് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് മൈൻഡാക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകുമല്ലോ. അതാ മോള് കണ്ടില്ലേ. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ഞാൻ ബിഗിനേഴ്സ് ഹെന്ന കിറ്റ് മേടിച്ചിട്ടാണ് ഞാൻ ഓർഗാനിക് ഹെന്ന കോൺ ഉണ്ടാക്കിയത്. അതാണ് അതേ വേ തന്നെയാണ് ഞാൻ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കും സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റ് അളവിലും കറക്റ്റ് മെഷർമെൻ്റ് ആവും ആ കിറ്റിലുള്ളത്. ആ കിറ്റ് ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മേടിച്ചിട്ട് അത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യണ വീഡിയോസൊക്കെ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട്സൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഡൗട്ട്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ബിഗിനേഴ്സ് ഹെന്ന കിറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് ഹെന്ന കിറ്റിൽ വരുന്നത് 100 ഗ്രാം ഹെന്ന പൗഡർ, പിന്നെ 30 ml എസെൻഷ്യൽ ഓയിൽ. അത് 3 ടൈപ്സ് ഓഫ് എസെൻഷ്യൽ ഓയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഏത് എസെൻഷ്യൽ ഓയിൽസ് വെച്ചിട്ട് തുടങ്ങണം അത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. അതായത് യൂക്കാലിപ്റ്റസ് ഓയിൽ, ട്രീ ട്രീ ഓയിൽ, പിന്നെ ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ, അങ്ങനെ 3 ടൈപ്പ്. പിന്നെയും കുറേ ഓയിൽസ് ഉണ്ട് കേട്ടോ. 3 ടൈപ്പാണ് ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണോ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആ ഓയിലിനാണ് നമ്മൾ റേറ്റ് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഞാൻ സെയിൽ ചെയ്യുന്നതിൽ യൂക്കാലിപ്റ്റസ് കിറ്റിന് ഞാൻ 230 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഓരോ കിറ്റിനും ഓരോ റേറ്റാണ് വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ഹെന്ന കിറ്റ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് മൈലാഞ്ചി ഇടാൻ അറിയാത്ത ഒരാൾക്ക് പോലും ഇത് കറക്റ്റായിട്ട് ഇതാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് കോണാക്കാനും സീൽ ചെയ്യാനുള്ള ഒക്കെ വീഡിയോസ് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് അപ്പോൾ നമ്മുടെ ഓർഗാനിക് ഹെന്ന കോൺസ് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഹെന്ന കോൺസ്, നെയിൽ കോൺസ് മാത്രം വെക്കുക. നെയിൽ കോൺസും റീസെല്ലിങ്ങിനുമായിട്ടും അതേപോലെ നെയിൽ പേസ്റ്റായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയെന്ന് പറയാം. നെയിൽ കോൺസിൻ്റെ കേസിൽ കേട്ടോ. നെയിൽ കോൺസിൻ്റെ കേസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നെയിൽ പേസ്റ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കണതിൽ ഞാൻ നെയിൽ പേസ്റ്റ് മേടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫസ്റ്റിലൊക്കെ റീസെല്ലിങ്ങിന് മേടിച്ചിട്ടായിരുന്നു കേട്ടോ. നെയിൽ കോൺസ് ചിലപ്പോൾ സീൽ ചെയ്യാനൊക്കെ ഇത്തിരി ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ റീസെല്ലിങ് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് നെയിൽ പേസ്റ്റാണ്. നെയിൽ പേസ്റ്റ് 1 kg മേടിച്ചിട്ട് അങ്ങനെ നെയിൽ കോൺസ് ആക്കുക ചെയ്തത്. നമ്മുടെ കോൺസിൻ്റെ വെയിറ്റ് വരുന്നത് 10 to 12 grams ആണ് നെയിൽ കോൺസിൻ്റെ വെയിറ്റ് വരുന്നത്. ഓർഗാനിക് ഹെന്ന കോൺസിൻ്റെ വെയിറ്റ് വരുന്നത് 26 to 28 grams. ഇതിൽ ആണ് നമ്മുടെ ഹെന്ന കോൺസിൻ്റെ വെയിറ്റ് വരുന്നത്. സ്റ്റെയിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനറാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അത്ര ടൈമില്ല, അങ്ങനെ ഒരാളാണെങ്കിൽ നെയിൽ കോൺസ് ഞാൻ സജസ്റ്റ് ചെയ്യുക റീസെല്ലിങ്ങിന് വാങ്ങാൻ തന്നെയാണ് കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീസെല്ലിങ്ങിന് വാങ്ങിയാൽ തന്നെ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് 30 to 35 rupees വരെ നെയിൽ കോൺസ് സെയിൽ ചെയ്യാം. അതേപോലെ ഹെന്ന കോൺസ് 40 to 45 rupees വരെ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. 50 rupeesനൊക്കെ സെയിൽ ചെയ്യണവരുണ്ട്, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക 40 to 45 rupees ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഹെന്ന കോൺസും നെയിൽ കോൺസും എങ്ങനെയുള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നെയിൽ കോൺസ്. കാണുന്നുണ്ടോ? സൈഡിൽ ഇമേജസ് കൊടുക്കാം കേട്ടോ, അതിൽ ക്ലിയർ ആയി കാണുന്നുണ്ട്. ഇതാണ് നെയിൽ കോൺസ് വരുന്നത്. ഇത് ഹെന്ന കോൺസ്. ഞാൻ രണ്ടും ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഞാൻ റീസെല്ലിങ്ങിനുള്ള പോകുന്ന കാരണം നമ്മൾ എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ. ഇതാണ് ഹെന്ന കോൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ആഫ്റ്റർ കെയർ പ്രോഡക്റ്റ്സിൽ വരുന്നത് സീൽ ആൻഡ് സ്പ്രേ, ആഫ്റ്റർ കെയർ ബാം, ആഫ്റ്റർ കെയർ ഓയിൽ. ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീൽ ആൻഡ് സ്പ്രേയും ആഫ്റ്റർ കെയർ ബാമും മാത്രം മതി. ഞാൻ ഇതുവരെ ആഫ്റ്റർ കെയർ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, അതായത് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല. അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി. അതുകൊണ്ട് തന്നെ ഞാൻ ആഫ്റ്റർ കെയർ ബാം സെയിൽ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ബെറ്റർ ഓപ്ഷനാണ് സീൽ ആൻഡ് സ്പ്രേയും ആഫ്റ്റർ കെയർ ബാമും. അത് സീൽ ആൻഡ് സ്പ്രേ തുടങ്ങിയിട്ട് മാത്രം നിങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആഫ്റ്റർ കെയർ ബാം തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ സീൽ ആൻഡ് സ്പ്രേ ഉണ്ടാക്കാൻ ഒക്കെ എളുപ്പമാണ്. അതിൻ്റെ വീഡിയോസും യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സീൽ ആൻഡ് സ്പ്രേയും ആഫ്റ്റർ കെയർ ബാമും പിന്നെ തുടങ്ങാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇത് രണ്ടും തുടങ്ങാണ്ട് നിങ്ങൾക്ക് വേറെ ഒരെണ്ണം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റെൻസിൽ റീസെല്ലിങ്ങിന് എടുക്കുക. സ്റ്റെൻസിൽസ് മൈലാഞ്ചി ഇടാൻ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്, പക്ഷേ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ വേറെ ആരും ഇട്ട് തരാനില്ലാത്തെങ്കിലോ, അപ്പോൾ അവർക്ക് സ്റ്റെൻസിൽ തന്നെ വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെൻസിൽസ് റീസെല്ലിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ല മൂവിങ് ഉണ്ടാവും. സ്റ്റെൻസിൽസും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുക ഇത്രയും മാത്രമാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് നിങ്ങൾ ഇതാക്കരുത്. ഓരോ പ്രൊഡക്ട്സിൽ മാത്രം ഉറച്ച് നിൽക്കുക. ഞാൻ ഇതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ട് എനിക്ക് തീരെ സെയിൽ ഉണ്ടായിട്ടില്ല. ചില പ്രോഡക്റ്റ്സ് ഒന്നും തീരെ സെയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ യൂസ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഇത്രയും പ്രൊഡക്ട്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഗ്രോ ആയി വരുന്നതിനനുസരിച്ച് മാത്രം ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പേഴ്സും ഒക്കെ കോൺടാക്റ്റൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.